അപ്പോൾ നമുക്കിപ്പം ഈ ഫ്രാൻസ് സ്പെയിൻ പോരാട്ടത്തെ വിലയിരുത്താൻ ഇപ്പോൾ ഒരു അതിഥി ചേരുന്നുണ്ട്. സന്തോഷ് ട്രോഫി മുൻ താരം പരിശീലകനൊക്കെ ആയിട്ടുള്ള എബിൻ റോസ് ചേരുന്നു. എബിൻ, സ്വാഗതം. എബിൻ, ഈ ഒരിക്കൽ കൂടി സ്വാഗതം. അതായത് നമ്മൾ പ്രതീക്ഷിച്ചത് ഈ രണ്ട് ടീമുകൾ ഒരു ഫൈനലിൽ ഏറ്റുമുട്ടുന്നു എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ സീഡിങ്ങിൻ്റെയും അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ വന്നപ്പോൾ രണ്ട് ടീമുകളും ചെന്നുപെട്ടത് സെമിയിലാണ്. ഫൈനലിന് മുമ്പ് ഒരു സൂപ്പർ ഡ്യൂപ്പർ സെമി. തീർച്ചയായിട്ടും നമ്മൾ ഈ ഫിക്സറിൻ്റെ ഒരു വ്യത്യാസം കൊണ്ടാണല്ലോ ഇങ്ങനെ ആ ഒരു ഇത് വന്നെങ്കിലും നമ്മൾ അനലൈസ് ചെയ്ത് വളരെ കൃത്യമായിരുന്നു. കാരണം നമ്മൾ ഫിക്സറൊക്കെ ആകുന്നതിന് മുമ്പുള്ളൊരു ടീമുകളുടെ പെർഫോമൻസ് വെച്ചുകൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനൊരു കണക്കൂട്ടലിലേക്ക് എത്തിയത്. പക്ഷേ അത് ഒന്നുമില്ലെങ്കിലും അവർ സെമി ഫൈനലിൽ എത്തിപ്പെട്ടു. ഒരു കളി പോലും തോക്കാതെ മുന്നോട്ട് വന്നു. ഏറ്റവും മികച്ച ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീം പൊസഷണൽ ഫുട്ബോൾ കളിക്കുമ്പോൾ ഫ്രാൻസ്, സ്പെയിൻ പൊസഷണൽ ഫുട്ബോൾ കളിക്കുമ്പോൾ ഫ്രാൻസ് കൃത്യമായ ടിപ്പിക്കലായിട്ടുള്ള ഒരു യൂറോപ്യൻ സ്റ്റൈലിൽ കളിക്കുന്ന ഒരു ടീമാണ്. തീർച്ചയായിട്ടും വ്യത്യസ്തമായ ശൈലിയിൽ കളിക്കുന്ന രണ്ട് ടീമുകളുടെ ഒരു സൂപ്പർ ഡ്യൂപ്പർ സെമി തന്നെയാണ്. ഈ എങ്ങനെയാണ് ആർക്കാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചാൽ വലിയൊരു ഉത്തരം മുട്ടിപ്പോകും എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഫ്രാൻസിന് ചിലപ്പോൾ ഒരു ചെറിയ അഡ്വാൻറ്റേജ് കൊടുക്കേണ്ടി വരും. എന്നിരുന്നാൽ പോലും രണ്ട് ടീമിൻ്റെയും അറ്റാക്കിങ്ങിൽ നിന്ന് തുടക്കം. രണ്ട് ടീമിനും ഒരുപക്ഷെ ഫ്രാൻസ് അക്കാര്യത്തിൽ കൂടുതൽ മികച്ചു നിൽക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കിലിയൻ എംബാപ്പെ, ഉസ്മാൻ ഡെംബേലെ, മൈക്കൽ ഒലീസെ, ഇനി പകരക്കാരായി വരുമ്പോൾ ഡിസറേ ഡൂവേ, ഒപ്പം തന്നെ ബ്രാഡ്ലി ബാർക്കോള, ഇനി മാർക്കസ് ടൂറാമിന് ഇതുവരെ ഒരു മിനിറ്റ് പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ എല്ലാ തരത്തിലും നോക്കുമ്പോൾ ഏറ്റവും ഡിസ്ട്രക്റ്റീവായ ഒരു അറ്റാക്കിംഗ് നിരയാണ് ഫ്രാൻസിൻ്റെ ഉള്ളത്. അപ്പുറത്താവട്ടെ ലെമീൻ യമാലുണ്ട്. അതാണ് അവരുടെ ഏറ്റവും വലിയ സ്ട്രോങ് പോയിന്റ് ആയി വരുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഗോൾ സ്കോറിങ്ങിൻ്റെ മികവ് നോക്കുകയാണെങ്കിലും ഓൾമോ ഉണ്ട്, ഓയർസബൽ ഉണ്ട്, അതിനോടൊപ്പം തന്നെ നിക്കോ വില്യംസ് കഴിഞ്ഞ മത്സരത്തിൽ പരിക്കിൽ നിന്ന് തിരിച്ചു വന്നുകൊണ്ട് അവസാന കുറച്ച് സമയങ്ങളിൽ കളിച്ചു. അതുകൊണ്ട് തന്നെ അവർ ആര് ഗോൾ അടിക്കും എന്നതിനേക്കാൾ ഉപരി ഒരു ടോട്ടൽ ഫുട്ബോൾ കളിക്കുന്ന എല്ലാവർക്കും ഈക്വലി ചാൻസ് കൊടുക്കുന്ന ഒരു ടീമാണ് സ്പെയിൻ. നമുക്ക് ഓരോ മത്സരം മെച്ചപ്പെടുന്ന ഒരു ടീമാണ് സ്പെയിൻ. ഒപ്പം തന്നെ ലമീൻ യമാലിനെ പോലുള്ളൊരു അത്ഭുത പ്രതിഭ ആ ടീമിലുണ്ട്. നാളത്തെ മെസ്സി എന്ന് വേണമെങ്കിൽ എടുത്ത് പറയാവുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് കാഴ്ചയ്ക്കുന്ന അദ്ദേഹത്തിൻ്റെ ട്രിബിളിംഗ് മികവ് കഴിഞ്ഞ മത്സരത്തിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അവർ ഈ ഫൈനൽ തേർഡിൽ കുറച്ച് ഡിഫക്റ്റ് വരുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്രിബിളിംഗ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്ത് തീർച്ചയായിട്ടും സെമി ഫൈനലിൽ ഫ്രാൻസിനെതിരെ പോരാടാൻ അദ്ദേഹം സജ്ജനായി കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും ഈ മത്സരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. എസ്പെഷ്യലി ഒരു ഗോളാണ് സ്പെയിൻ വഴങ്ങിയിട്ടുള്ളത്, 2 ഗോളാണ് ഫ്രാൻസ് വഴങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഡിഫൻസിലായിരുന്നാലും അറ്റാക്കിങ്ങിലായിരുന്നാലും ഏറ്റവും മികച്ച രണ്ട് ടീമുകൾ നമുക്ക് നിസ്സംശയം പറയാം. രണ്ടാം ചോദ്യം സത്യത്തിൽ അതായിരുന്നു ഉണ്ടായിരുന്നത്. അത് കാത്തുവെച്ച ഒരു ചോദ്യമായിരുന്നു. ഡിഫൻസീവിലാണ് ഈ രണ്ട് ടീമുകളും ഒരുപക്ഷെ ഈ നാളത്തെ മത്സരത്തിലെ ഒരു വിധി നിർണ്ണയിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒരു ഗോൾ കടന്നുകൂടിയാൽ അവർ ചിലപ്പോൾ ഇവഞ്ച്വലി വിന്നേഴ്സായി മാറാൻ സാധ്യതയുണ്ട്. കാരണം ഒരു ടീം 2 ഗോളെ വഴങ്ങിയിട്ടുള്ളൂ, മറ്റൊരു ടീം ദീർഘനാളിന് ശേഷമാണ് ഗോൾ വഴങ്ങുന്നത് എന്ന പ്രത്യേകതയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ എങ്ങനെയെങ്കിലും ഒരു ഗോൾ കടന്നുകൂടിയാൽ അതിൽ ചിലപ്പോൾ ഇവഞ്ച്വലി അവരെ വിന്നേഴ്സാക്കി മാറ്റാൻ വരെ സാധിക്കും. അല്ല, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാര്യം ഒരു അറ്റാക്കിംഗ് ഫുട്ബോൾ നമുക്ക് പ്രതീക്ഷിക്കും. കാര്യം സെമി ഫൈനലാണ്, ഫൈനലായിട്ടുള്ള ഒരു ഡ്രീം റണ്ണിലാണ്. അപ്പോൾ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരുള്ള ഒരു ടീമാണ് ഇരു ടീമുകളും. കൂടുതലും സ്ട്രൈക്കേഴ്സ് ഫിസിക്കൽ മേധാവിത്വം ഉള്ള സ്പെയിൻ ഒരു സൈഡ് കളിക്കുമ്പോൾ ഫിസിക്കൽ മേധാവിത്വമുള്ള ഫ്രാൻസ് ഒരു സൈഡ് കൈലിൻ എംബാപ്പയുടെ നേതൃത്വത്തിൽ അറ്റാക്ക് ചെയ്യുമ്പോൾ മറുവശത്ത് സ്കില്ല് കൊണ്ടും ഭംഗിയേർന്ന ഫുട്ബോളും കൊണ്ട് ബ്യൂട്ടിഫുൾ ഫുട്ബോൾ കളിക്കുന്ന സ്പെയിൻ നമ്മളുള്ള ഒരു മത്സരത്തിൽ ഡിഫൻസിന് വളരെ ഇമ്പോർട്ടൻ്റ്. പക്ഷേ ഡിഫൻസിനേക്കാൾ ഉപരി ആ ഡിഫൻസിന് സ്റ്റേബിൾ നൽകുന്ന ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിൻ്റെ റോളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അവിടെയാണ് ഈ പരിചയസമ്പന്നരായ ആൾക്കാരുടെ ആ ഒരു സാന്നിധ്യം ഈ ടീമിന് ഉറപ്പ് നൽകുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഡിഫൻസിന് പലപ്പോഴും പിഴവ് പറ്റുന്നുണ്ട്. പക്ഷേ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സും ഗോൾ കീപ്പർമാരും സൂപ്പർ ആയതുകൊണ്ടാണ് ഗോൾ. ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ സ്പെയിനിന് ചെറിയൊരു അഡ്വാൻറ്റേജ് കൊടുക്കേണ്ടി വരില്ല. റോഡ്രിയും പെഡ്രിയും ഒക്കെ ഉൾപ്പെടുന്ന ആ ഡിഫൻസീവ് മിഡ്ഫീൽഡ് അല്ലെങ്കിൽ ആ റോളിൽ കളിക്കുന്നവർക്ക്. അതേസമയം ഫ്രാൻസിനാവട്ടെ ഇത്തവണ വലിയ എടുത്തു പറയാൻ ആരുമില്ല. റാബിയോ ആവട്ടെ, അവിടെ ചൗമേനിയാണ് കളിച്ചത്, ചൗമേനിയെ മാറ്റേണ്ടി വന്നു. കഴിഞ്ഞ മത്സരത്തിൽ കോവനിയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ ചെറിയ അപ്പർ ഹാൻഡ് സ്പെയിനിന് കൊടുക്കേണ്ടി വരും. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഡിഫൻസിൻ്റെ മധ്യനിരയിൽ. പക്ഷേ സ്പെയിൻ്റെ ഒരു കളിയുടെ പ്രത്യേകത മനസ്സിലാക്കേണ്ടത്, നമ്മൾ ബോള് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒപ്പോണൻറ്റ് ഹാഫിൽ തന്നെ പ്രസ് ചെയ്തുകൊണ്ട് അവർ ക്വിക്കായിട്ട് ട്രാൻസിഷൻ ചെയ്ത് ബോൾ വിൻ ചെയ്യാൻ ശ്രമിക്കുന്ന ആ ഒരു ഗെയിം. അതായത് അവരൊരു ടൈം ഉണ്ട്. നമ്മൾ ഈ ട്രെയിനിങ് സെഷനൊക്കെ പ്രൊഫഷണൽ ടീമുകൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമുണ്ട്, റിക്കവറി ടൈം എന്ന് പറയും. ബോൾ റിക്കവറി ചെയ്യുന്ന ഒരു ടൈമുണ്ട്. അത് ക്വിക്കായിട്ട് സ്പെയിൻ നടപ്പിലാക്കുന്നത് ഒരു ടൂർണമെൻ്റാണ് ഇത് ഞാൻ കണ്ടിട്ടുള്ളത്. ആ ഒരു വശത്ത് തീർച്ചയായിട്ടും സ്പെയിൻ പെർഫോമൻസ് ചെയ്യുകയാണെങ്കിൽ ഫ്രാൻസിന് കാര്യങ്ങൾ ടഫായിരിക്കും.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.